ഖത്തറിന് രണ്ടാം തവണയും താക്കീത് നൽകിയിരിക്കുകയാണ്. അതായത് തീവ്രവാദികളെ വളർത്തുന്ന ഒരു രാജ്യമായി അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കുന്ന ഒരു രാജ്യമായി ഖത്തർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. 20-ാം തീയതി ട്രംപ് അധികാരത്തിൽ വരുമ്പോൾ ഖത്തറിൻ്റെ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ഇന്ത്യയോട് വലിയ രീതിയിൽ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ ഒരു ചൊറിച്ചിലൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പല കാര്യത്തിലും ഖത്തർ. അപ്പോൾ ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഈ തീവ്രവാദികളെ സംരക്ഷിക്കുന്ന രാജ്യമായ ഖത്തറിൻ്റെ ഒരു അവസ്ഥ എന്തായിരിക്കും? നിലവിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നാറ്റോയ്ക്ക് പുറത്തുള്ള മോസ്റ്റ് ഫേവറബിൾ കൺട്രി അതാണ് ഖത്തർ. ഖത്തറും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധമാണ്. മാത്രവുമല്ല, മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യത്തിനും സ്വന്തമായി ആർമി ഇല്ല. ഈ ആർമി എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് മുഴുവൻ അമേരിക്കയാണ്. അതിന് അവർ പൈസയൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഈ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും വലിയ ബേസ് ഉള്ളത് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലാണ്. അപ്പോൾ ദോഹയിലെ ഈ ബേസ് ഉൾപ്പെടെ മാറ്റാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വരുന്നത്. എന്താണെന്ന് വെച്ചാൽ, തുടർച്ചയായി രണ്ടാം തവണ ഖത്തറിലെ ഭരണാധികാരികൾക്ക് കൃത്യമായ മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നു. ആദ്യത്തെ മുന്നറിയിപ്പ് നൽകിയത് അവിടെ നിന്നുള്ള ഹമാസിൻ്റെ ആളുകളെ മുഴുവൻ പുറത്താക്കണം, ഇനി ഹമാസ് നേതാക്കൾക്കൊന്നും സപ്പോർട്ട് കൊടുക്കരുത്. രണ്ടാമതും പറയുന്നു, ഇത്തരത്തിലുള്ള തീവ്രവാദ നിലപാടുമായി പോയി കഴിഞ്ഞാൽ ഖത്തറിനെതിരെ ശക്തമായ നിലപാടെടുക്കും, ഞങ്ങൾ പറയുന്നത് കേട്ടോണം. അപ്പോൾ ട്രംപ് അധികാരമേൽക്കുന്നത് ഈ 20-ാം തീയതിയാണ്. ആ 20-ാം തീയതി അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ രണ്ടാമതും ഒരു വാണിംഗ് നൽകുന്നു. അപ്പോൾ അൽ ജസീറ ചാനലിലൂടെ ഉൾപ്പെടെ ഒരു വെടിനിർത്തൽ കരാറിന് ഹമാസ് മുന്നോട്ട് വരികയും ഖത്തർ ഉൾപ്പെടെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് അമേരിക്ക മനസ്സിലാകുന്നു, ഡൊണാൾഡ് ട്രംപ് മനസ്സിലാകുന്നു. അത് വേണ്ട, അങ്ങനെ ചെയ്യേണ്ട. കാരണം ഹമാസ് അല്ലെങ്കിൽ ഹിസ്ബുള്ള അല്ലെങ്കിൽ ഹൂത്തികൾ എന്നൊക്കെ പറയുന്നത് ഇറാൻ എന്ന് പറയുന്ന ഷിയ വംശജർ ഭൂരിപക്ഷമുള്ള രാജ്യത്തിൻ്റെ നിഴൽസേനകളാണ്. അവരൊക്കെ തന്നെ അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന സഖ്യത്തോടും യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടു, ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടു എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഹമാസിന് ആദ്യ കാലഘട്ടം മുതൽ വൻതോതിലുള്ള സഹായം നൽകിയത് ഖത്തറാണ്. എന്ന് പറഞ്ഞാൽ UAEയും സൗദി അറേബ്യ, അതുപോലെ തന്നെ ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ വെച്ച് നോക്കിയാൽ ഏറ്റവും അധികം തീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് ഖത്തർ. എന്തിന്? പാകിസ്ഥാന് പോലും സാമ്പത്തികമായ സഹായം നൽകാൻ ഖത്തർ തയ്യാറാണ്. അപ്പം ഷിയ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഈ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഖത്തർ വലിയ തോതിൽ സാമ്പത്തിക സഹായം നൽകും. സൈനികപരമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ആ രീതിയിലുള്ള സഹായം ചെയ്യും. ഇതൊക്കെ അമേരിക്ക കൃത്യമായി മനസ്സിലാക്കി. എന്നിട്ട് അമേരിക്ക പറയുന്നു, ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ എയർബേസ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അമേരിക്കയുടെ സൈനിക താവളമായ ദോഹയിലെ താവളം ഞങ്ങൾ മാറ്റുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു താവളം മാറ്റാൻ ആലോചന ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ തന്നെ UAE അമേരിക്കയെ സമീപിച്ചു. ഞങ്ങൾ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിത്തരാം, ഞങ്ങളുടെ രാജ്യത്തേക്ക് വരൂ. അങ്ങനെ ബഹ്റൈൻ എന്ന് പറയുന്ന രാജ്യം എല്ലാ സൗകര്യങ്ങളും ഏതാണ്ട് ഒരുക്കി കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി ഇവിടേക്ക് ഈ ബേസ് ഇങ്ങോട്ട് മാറ്റാൻ ഒരുപക്ഷെ ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെയുള്ള സമയം മാത്രം മതി. അത്ര പെട്ടെന്ന് കാര്യങ്ങൾ നീക്കും. അങ്ങനെ സംഭവിച്ചാൽ ഇതുവരെ ഖത്തറിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾ, അവർക്ക് ഇതുവരെ ലഭിച്ചിരുന്ന ഒരു പരിഗണന, ഇതെല്ലാം തന്നെ UAEക്ക് കിട്ടും. പിന്നെ UAE മറ്റൊരു രാജ്യവും ആക്രമിക്കാൻ വരില്ല. മാത്രമല്ല ബഹ്റൈന് വലിയ ഭീഷണി ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം തന്നെ ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും ചേർന്ന് എതിർത്തുന്നു. അപ്പോൾ പാലസ്തീൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രദേശങ്ങളിൽ തന്നെ നേരത്തെ അമേരിക്ക പറഞ്ഞിരുന്നു, ഈ അൽ ജസീറ പോലെയുള്ള ചാനലുകളെ ഒന്നും അവിടെ നിർത്തരുത്. അന്നേരം പാലസ്തീനുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ ഇവരെ ഓടിച്ചു കളഞ്ഞു. അപ്പോൾ അവർക്കില്ലാത്ത എന്ത് ധൈര്യം, എന്ത് സ്നേഹവുമാണ് ഇപ്പോൾ ഖത്തർ കാണിക്കുന്നത്. അത് കാണിക്കേണ്ട ആവശ്യമില്ല. ഇനി ഖത്തർ ഇവർ പറഞ്ഞ് കേട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ അമേരിക്ക ആയിരിക്കത്തില്ല ഈ പറയുന്ന ഖത്തറിനെ അറ്റാക്ക് ചെയ്യുക, ഇസ്രായേൽ ആയിരിക്കും. അതായത് ഇസ്രായേലിന് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ 51ാമത്തെ സംസ്ഥാനം എന്നാണ് അവർ നൽകിയിരിക്കുന്ന പദവി. അത്രയും ബന്ധമാണ് ഇസ്രായേലും അമേരിക്കയും തമ്മിൽ. അതായത് അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന മുഴുവൻ ജൂതന്മാരാണ്. ആ ജൂതന്മാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് ഇസ്രായേലുമായിട്ട് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ബന്ധമുണ്ട്. അത് ഡെമോക്രാറ്റ് വന്നാലും ഉണ്ട്, അതുപോലെ തന്നെ ഈ റിപ്പബ്ലിക്കൻസ് വന്നാലുണ്ട്. ഇപ്പോൾ റിപ്പബ്ലിക്കൻസിൻ്റെ പ്രതിനിധിയായിട്ട് ട്രംപ് വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ജൂതന്മാരുടെ ഒരു വലിയ പിന്തുണയുണ്ട്. അപ്പോൾ പറയുകയാണ് ഇസ്രായേലിന് നമുക്ക് ആയുധം കൊടുക്കാം. ശരിയാണ്, കാരണം കഴിഞ്ഞ തവണ ഇറാനിലേക്ക് ഏതാണ്ട് 2000 കിലോമീറ്റർ അധികം പറന്ന് എന്ന് അറ്റാക്ക് ചെയ്തു. അപ്പോൾ അവിടെ അറ്റാക്ക് ചെയ്ത് F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളാണ്. ഈ F-35 ഉള്ളത് ഇസ്രായേലിനും അതുപോലെ തന്നെ അമേരിക്കയ്ക്കും ഒക്കെയാണ്. പിന്നെ ഗൾഫിലെ ഏതാനും രാജ്യങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ അറ്റാക്ക് ചെയ്യണമെങ്കിൽ ഇസ്രായേൽ മാത്രമല്ല അമേരിക്ക ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 100 വിമാനങ്ങൾ അടങ്ങുന്ന ഒരു സഖ്യം അല്ലെങ്കിൽ ഒരു കോൺവോയ് അടിസ്ഥാനത്തിൽ പോകുന്ന കുറേ വിമാനങ്ങൾ അവിടെ ചെന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതേ മാർഗം തന്നെ ഖത്തറിനെതിരെ സ്വീകരിക്കും. ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അമേരിക്ക പതുങ്ങിയിരിക്കുകയും ഇസ്രായേൽ അറ്റാക്ക് ചെയ്തെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു. ശരിക്കും അറ്റാക്ക് ചെയ്തത് ആരായിരിക്കും? അമേരിക്ക തന്നെ ആയിരിക്കും. ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അമേരിക്ക പതുങ്ങിയിരിക്കും, അതുപോലെ തന്നെ ഇസ്രായേലിൽ അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഇസ്രായേൽ ആർക്ക് വേണ്ടി അറ്റാക്ക് ചെയ്യുന്നു? അമേരിക്കയ്ക്ക് വേണ്ടി. അപ്പോൾ ഇവർ തമ്മിലുള്ള പരസ്പര ബോണ്ട് അനുസരിച്ച് ഖത്തറിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും. കാരണം ഈ ഖത്തറിലെ പല ഒളിസങ്കേതങ്ങളും ഒരുക്കി
ഒരുക്കിയിരിക്കുന്നത് ഹമാസിലെ നേതാക്കൾക്ക് വേണ്ടിയാണ്. ഇതിന് മറ്റൊരു കാര്യമുണ്ട്, ഇറാൻ വൻതോതിൽ പണം നിക്ഷേപിക്കുന്നതും ഈ ഖത്തറിലാണ്. അപ്പോൾ ഷിയ തീവ്രവാദികളെ ഗൾഫ് രാജ്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ഖത്തറാണ്. അവരുടെ എണ്ണ വ്യാപാരമാണല്ലോ വലിയ ഒരു മികവിന് കാരണം. ഇപ്പോൾ ഹൂത്തികൾ, അതായത് ഇറാൻ വളർത്തിക്കൊണ്ടുവരുന്ന നിഴൽ സേന, അവരിടയ്ക്കിടയ്ക്ക് സൗദി അറേബ്യ അറ്റാക്ക് ചെയ്യും, കാരണം അവരുടെ സാമ്പത്തിക വളർച്ച തടയാൻ വേണ്ടി. പക്ഷേ ഖത്തറിനെ അറ്റാക്ക് ചെയ്യില്ല. അപ്പോൾ ഖത്തറും ഈ പറയുന്ന ഹൂത്തികളും ഇറാൻ എന്നൊക്കെ പറയുന്ന ടീമുമായിട്ട് ഒരു കൂട്ടുകച്ചവടമുണ്ട്. ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ജനുവരി 20 ഞാൻ ചാർജ് എടുക്കുന്നു, അതായത് പ്രസിഡന്റായിട്ട്. അതിനു മുമ്പ് നിലവിൽ ഇസ്രായേലിൽ നിന്ന് പിടിക്കപ്പെട്ടു പോയ മുഴുവൻ പേരെ മോചിപ്പിക്കണം. അതിനാര് മുൻകൈ എടുക്കണം? ഖത്തർ. അടുത്ത വാണിംഗ് ആണ്. അതായത് ഖത്തർ മുൻകൈ എടുത്ത് ഈ പിടിക്കപ്പെട്ടു കാണാതെ പോയ 100ഓളം പേരെ കണ്ടെത്തണം. ഈ 100 പേരിൽ എത്ര പേർ ജീവനോടെ ഉണ്ടെന്ന് അറിയത്തില്ല. ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ ഉൾപ്പെടെ നേരത്തെ സിറിയയിലൊക്കെ കാണാതായിരുന്നു. ആ മേഖലയിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ ഞാൻ എന്ത് നടപടി എടുത്തു, അല്ലെങ്കിൽ ട്രംപ് ചില മുന്നറിയിപ്പ് നൽകിയല്ലോ, അതുപോലെയുള്ള ചില മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഖത്തർ നൽകിയിരിക്കുന്നത്. പേടിച്ചു പോയില്ലേ ഖത്തർ? തീർച്ചയായിട്ടും ട്രംപിന്റെ താക്കീത് എന്ന് പറയുന്നത് നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു തവണ പറഞ്ഞു, ഞാൻ വരുന്നതിന് മുൻപേ ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ അതിൻ്റെ തിക്തഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുമെന്നുള്ളത്. വീണ്ടും ഖത്തറാണ് സംരക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾ ആ സംരക്ഷണം മതിയാക്കിക്കോ എന്നുള്ള താക്കീതും 20-ാം തീയതി അധികാരത്തിലേറുന്നതിന് മുൻപ് ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളൊരു താക്കീതും കൂടി ഖത്തറിന് നൽകുമ്പോൾ ഖത്തർ ഭയക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം പറയുന്നത് ട്രംപാണ് എന്നതുകൊണ്ട് തന്നെ. എന്തായാലും ഈ ഇന്ത്യയോട് പോലും ഖത്തർ ഇപ്പോൾ ഒരു അകൽച്ച കാണിക്കുന്നുണ്ട്. അത് എന്ത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഇന്ത്യയിലുള്ള പലർക്കും പിന്നെ മുസ്ലിങ്ങൾക്ക് മാത്രം വിസ നൽകുന്നു, ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും വിസ ഡിക്ലെയർഡായി വന്നിട്ടില്ല. അത് അൺഡിക്ലെയർഡായി അത് റിജക്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക്. മാത്രമല്ല ബംഗ്ലാദേശിൽ ഹിന്ദുത്വ കലാപമുണ്ടാക്കാൻ ഖത്തർ ജമാഅത്തെ ഇസ്ലാമിക്ക് പണം നൽകി എന്നുള്ള വിവരങ്ങൾ ഇൻ്റർനാഷണൽ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്കെതിരെ വലിയ നീക്കങ്ങൾ ഖത്തർ നടത്തുമ്പോൾ ഇന്ത്യയുമായി ഏറെ സൗഹൃദം വയ്ക്കുന്ന ട്രംപ് ഇതും കൂടി നിരീക്ഷിച്ചുകൊണ്ട് ഖത്തറിനെതിരെ വലിയൊരു പടനീക്കം നയിച്ചാൽ ഖത്തറിന് അത് താങ്ങാൻ കഴിയില്ല എന്ന് തന്നെയല്ലേ നമുക്ക് പറയാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും മലയാളികളടക്കം നിരവധി ഇന്ത്യക്കാരാണ് UAE അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്നത്. അതുപോലെ തന്നെ ഖത്തർ എന്ന് പറയുന്നൊരു സമ്പന്ന രാജ്യമാണ്. സ്വാഭാവികമായിട്ടും നിരവധി മലയാളികൾ ഇന്ത്യക്കാരൊക്കെ തന്നെ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നിലപാട് ഇന്ത്യൻ വംശജരോട് ഇന്ത്യക്കാരോട് സ്വീകരിച്ചാൽ അതിന് മറുപടി കൊടുക്കുന്ന ഒരുപക്ഷെ അമേരിക്ക ആയിരിക്കും. കാരണം എന്താ, അമേരിക്ക ഖത്തറിൻ്റെ അടുത്ത് ചില കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്നു. അതിൻ്റെ ഒരു എന്താ പറയുക ദേഷ്യം അല്ലെങ്കിൽ വിരോധം അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇന്ത്യക്കാരോടാണെങ്കിൽ എൻ്റെ ഫ്രണ്ടാണ് മോഡി, അദ്ദേഹത്തിൻ്റെ രാജ്യത്തോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഖത്തറിന് പറയുന്ന ഒരു വാണിംഗ് കൊടുക്കും. ഈ വാണിംഗ് അനുസരിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബുദാബിയിലേക്ക് ഈ അമേരിക്കൻ സൈന്യത്തിൻ്റെ ബേസ് മാറ്റുകയാണെങ്കിൽ, അതായത് UAE ഉൾപ്പെടുന്ന ആ മേഖലയിലേക്ക് ഈ ബേസ് മാറ്റിയാൽ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഖത്തർ ഭരണാധികാരി അവിടെ നിലംപതിക്കും. എന്ന് പറഞ്ഞാൽ ഖത്തർ ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ആൾ ഇനി അവിടെ വേണ്ട എന്ന് അമേരിക്ക അങ്ങ് തീരുമാനിക്കും. ഈ തീരുമാനം നടപ്പാക്കാനായിട്ട് ഇസ്രായേലിനെ കൊണ്ട് ബോംബ് വർഷം വേണോ അത് ചെയ്യിക്കും. കാരണം ഹിസ്ബുള്ളയൊക്കെ പൊട്ടിത്തെറിച്ച് നമുക്കറിയാമല്ലോ അല്ലേ, പേജറൊക്കെ പൊട്ടിത്തെറിച്ചോലെ അവിടെ ഇവിടെ ഇങ്ങനെ പൊട്ടിത്തെറി എന്ന് പറയുന്ന പോലെ ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളും പൊട്ടിത്തെറി ഉണ്ടാവും. ഇത് മുഴുവൻ നടത്തുന്നത് ഇസ്രായേലായിരിക്കും, ആസൂത്രണം ചെയ്യുന്ന അമേരിക്ക ആയിരിക്കും. കൃത്യമാണ് അവർ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കളി ഇന്ത്യയുടെ അടുത്ത് നടത്താതിരിക്കാൻ പരമാവധി ശ്രമിക്കും. മാത്രമല്ല സിറിയയിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ഈ സിറിയ പിടിക്കാനായിട്ട് വിമത സേന വന്നപ്പോൾ അന്ന് ഖത്തർ ഒന്ന് മീഡിയേറ്റർ ആകാൻ ശ്രമിച്ചിരുന്നു. അതായത് ദമാസ്കസിലേക്ക് ഈ സേന കടന്നു കയറുമ്പോൾ അമേരിക്കയെ അറിയിക്കാതെ അല്ലെങ്കിൽ രഹസ്യമായിട്ട് ഖത്തർ ഇതിനകത്തൊരു ഇടപെടൽ നടത്തിയിരുന്നു. ഇടപെടൽ നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ട സാമ്പത്തികം ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകാം, പകരം നിങ്ങൾ ഹമാസിനെ സഹായിക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഖത്തർ ഇതിൻ്റെ ഇടയ്ക്കൂടെ വീണ്ടും ഇസ്രായേലിനിട്ട് പണിയാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ അവിടെ ഹൂത്തികളുടെ ഒരു സേനയൊക്കെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരെയൊക്കെ അറിയിക്കാതെ ഇത്തരത്തിലൊരു നീക്കം നടത്തുന്നത് ഇൻ്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തി. അതായത് അമേരിക്ക കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ കൃത്യമായി വാണിംഗ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ 20-ാം തീയതി ചുമതല ഏൽക്കുന്നതിന് മുമ്പായിട്ട് മുഴുവൻ ഈ ബന്ദികളെ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം. ഇനി അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കാൻ പോകുന്നത് ഖത്തറാണ്. അപ്പോൾ ഒരു തവണയല്ല 2 തവണ ഒരു രാജ്യത്തിന് ഒരാൾ വാണിംഗ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ, അതും ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായ ഒരു വ്യക്തി, അതാണ് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത്. ഈ ട്രംപ് ഇന്ത്യയുമായി നല്ല സൗഹൃദം,
അതുപോലെ തന്നെ നെതന്യാഹുവിൻ്റെ രാജ്യമായി ഇസ്രായേലുമായിട്ട് നല്ല സൗഹൃദം. ഈ 2 രാജ്യങ്ങളുമായി ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുമെന്ന് ഇവർക്ക് കരുതാൻ പറ്റില്ല. മാത്രമല്ല ഷിയ മുസ്ലിങ്ങളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഖത്തറിനോട് ഇഷ്ടമില്ലായ്മ പ്രകടിപ്പിക്കുന്നവരുണ്ട്. ഖത്തർ ഒരു സമ്പന്ന രാജ്യമായതുകൊണ്ട് പലരും മിണ്ടാതിരിക്കുകയാണ്. പക്ഷേ അമേരിക്കൻ ബേസ്, മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ബേസ് അവിടെ നിന്നും മാറ്റി അബുദാബിയിൽ സ്ഥാപിച്ചാൽ അതോടുകൂടി തീർന്നു ഖത്തർ. ഖത്തറിൻ്റെ സാമ്പത്തിക നില അവിടെ തകരുകയാണ്. അവരുടെ എണ്ണ നിക്ഷേപം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ തീരുകയാണ്. ഒരു പക്ഷേ ഖത്തറിന് വലിയ ഉപരോധം നേരിടേണ്ടി വരും. അങ്ങനെ ഒരു ഉപരോധം നേരിടേണ്ടി വന്നാൽ പിന്നീട് ഖത്തറിന് ഒരു വളർച്ച ഉണ്ടാവില്ല. മാത്രമല്ല മറ്റ് രാജ്യങ്ങളുമായുള്ള എല്ലാ ബന്ധങ്ങളും തകരും. അപ്പോൾ നിലവിൽ അമേരിക്ക ഖത്തറിനെ നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും മോസ്റ്റ് റെലവൻറ്റ് കൺട്രി എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു രാജ്യത്തിൻ്റെ നിലപാട് പോലും അല്ലെങ്കിൽ അംഗീകാരം പോലും നഷ്ടപ്പെടും. അതോടുകൂടി അമേരിക്ക തിരിയും. അപ്പം ഖത്തറിന് 2 തവണ വാണിംഗ് തന്നതോട് ഖത്തർ ഭരണാധികാരികൾ ഉൾപ്പെടെ കൃത്യമായി ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇതിനെ അതിജീവിക്കാം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരുമ്പോഴേക്കും അവരുമായി നല്ല സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടാം. ഇന്ത്യക്കെതിരെയും കടുത്ത നടപടികളിലേക്കൊന്നും പോകരുത്. ഈ തരത്തിലാണ് ആലോചനകൾ മുന്നോട്ട് പോകുന്നത്.